ഞാനൊരു ചെറിയ കഥ പറയട്ടെ. ഒരു കമ്പനിയിൽ 2 സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ ആ കമ്പനി ഒരു പ്രോഡക്റ്റ് കൊടുത്തിട്ട്, അതൊരു ചെരുപ്പായിരുന്നേ, ആ പ്രോഡക്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന വില്ലേജിൽ പോയിട്ട് ഇത് സെയിൽ ചെയ്യണമെന്ന് പറഞ്ഞ് ആ കമ്പനി അവരെ വിടുക. 2 സെയിൽസ്മാൻമാരും ആ ഗ്രാമത്തിൻ്റെ 2 സൈഡിലും പോയി. അതിൽ ഒരു സെയിൽസ്മാൻ ഇങ്ങനെ പറഞ്ഞു, ഇത് ചെരുപ്പാണ്, ഇത് മഴക്കാലമായാലും വേനൽക്കാലമായാലും ഉപയോഗിക്കാം, നല്ലതാണ്, പൊട്ടില്ല, അങ്ങനെ ആസ് യൂഷ്വൽ കമ്പനിയിൽ നിന്ന് നമ്മളെ പഠിപ്പിച്ചു വിടുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് പറഞ്ഞു. ആൾക്കാർ അവിടെ എന്നാ വെച്ചാൽ കുറച്ച് പഴയ കഥയാണേ, അവിടെ ആൾക്കാർ ആരും ചെരുപ്പ് ഉപയോഗിക്കാത്ത ഒരു വില്ലേജാണ്. അപ്പം അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് ഈ സാധനം അറിയത്തില്ല, ഞങ്ങൾക്ക് ഈ ചെരുപ്പിൻ്റെ ഉപയോഗമേ അറിയത്തില്ല, ഞങ്ങൾ ആരും ഇത് ഉപയോഗിക്കാറുമില്ല, ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾക്ക് ആർക്കും ഇത് വേണ്ടാന്ന് പറഞ്ഞു. അയാൾ പലതവണ പലതും പറഞ്ഞു നോക്കി, സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആക്കി തരാം എന്നെല്ലാം പറഞ്ഞു നോക്കിയെങ്കിലും ആരും അത് വാങ്ങിക്കാനോ ഉപയോഗിക്കാനോ തയ്യാറല്ല. അങ്ങനെ അയാൾ ഭയങ്കര നിരാശപ്പെട്ട് പിന്നെ കമ്പനി ചെന്നിട്ട് കമ്പനിയോട് പറഞ്ഞു, സാർ നമ്മുടെ പ്രൊഡക്ഷനൊക്കെ നിർത്തിക്കോ, കാരണം ഇത് ആർക്കും വേണ്ട, അവരാരും ഇത് ഉപയോഗിക്കത്തില്ല, അതുകൊണ്ട് ഇതെല്ലാം നിർത്തിക്കോളൂ, പിന്നെ അവർക്ക് ഈ സാധനത്തെക്കുറിച്ച് അറിയത്തേ ഇല്ല, അതുകൊണ്ട് നമുക്കിനി പ്രൊഡക്ഷൻ നിർത്താം കേട്ടോ എന്ന് പറഞ്ഞു. അതേസമയം രണ്ടാമത്തെ ആൾ പോയി, അയാൾ ആദ്യത്തെ ആൾ പറഞ്ഞ പോലെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു പഠിപ്പിച്ചതുപോലെ എല്ലാം പറഞ്ഞു. ആൾക്കാരൊന്നും കേട്ടില്ല. പക്ഷെ അയാൾ ചിന്തിച്ചു, എനിക്ക് എന്തായാലും ഇത് വിറ്റേ പറ്റൂ, എങ്ങനെ വിൽക്കണം? അയാളുടെ സ്വന്തമായിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ടിട്ട് അയാളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അയാൾക്ക് ആലോചിച്ചപ്പം അയാൾക്ക് തോന്നി, ഇവരുടെ മുന്നിൽ കൂടെ ഇത് ഇട്ട് നടക്കാം എന്ന് വിചാരിച്ച് ഇയാൾ അതിനകത്തുനിന്ന് ഒരു ചെരുപ്പ് എടുത്തിട്ട് ആ ചെരുപ്പ് കാലയിലിട്ടിട്ട്, പിന്നെ വെയിലാണേലും ശരി, മഴയാണേലും ശരി, മഞ്ഞാണേലും ശരി, മുള്ളാണേലും ശരി, അയാൾ വളരെ ഈസി ആയിട്ട് ഈ ചെരുപ്പിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവിടെ മുള്ളൊക്കെയുള്ള സ്ഥലത്ത് പതുക്കെയാണ് ആര് പോയിക്കൊണ്ടിരുന്നത്? ആ ഗ്രാമവാസികൾ പോയിക്കൊണ്ടിരുന്നത്. ആ സ്ഥലത്ത് ഇയാളാവട്ടെ വളരെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് ഇവരിങ്ങനെ നടക്കുക. അങ്ങനെ നടന്നപ്പോഴത്തേക്ക് ആൾക്കാരിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി, ഇത് കൊള്ളാലോ, അടിപൊളിയാണല്ലോ. അപ്പോൾ അവരോട് ചോദിച്ചു, നിനക്ക് കാലിന് വേദനയൊന്നുമില്ല? അയാൾ പറഞ്ഞില്ല, അതിനാണല്ലോ നമ്മൾ ചെരുപ്പിടുന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ മഞ്ഞുകാലം വന്നു. മഞ്ഞത്തെ ആൾക്കാരുടെ കാലിലോട്ട് അങ്ങ് തണുപ്പ് അടിച്ച് കയറുന്ന സമയമാണ്. അപ്പം പതുക്കെ നടക്കും. എന്നാൽ ഇദ്ദേഹം ആട്ടെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ നടക്കുന്ന കണ്ടപ്പം അവർക്ക് തോന്നി, ഇത് കൊള്ളാലോ. അതുപോലെ തന്നെ ചെളിയൊക്കെ വന്നപ്പം ചെളിയിലൊക്കെ അവൻ ചവിട്ടി അങ്ങ് നടന്നു. പക്ഷേങ്കിൽ അവൻ്റെ കാലിൽ ഒരു തുള്ളി ചെളി വന്നില്ല. അവൻ വീട്ടിലേക്ക് കയറുമ്പോഴത്തേക്ക് നല്ല മനോഹരമായിട്ട് അവൻ വീട്ടിലേക്ക് കയറാൻ പറ്റുന്നു. ബാക്കിയുള്ളവരുടെ കാലൊക്കെ കഴുകണം, അങ്ങനെയൊക്കെ ആയിട്ട് വെള്ളം തപ്പിപ്പോണം, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട്. പക്ഷെ ഇവനാവട്ടെ ആ ചെരുപ്പ് പുറത്ത് ഊരിയിട്ടിട്ട് വളരെ കൂളായിട്ട് അകത്തോട്ട് കയറിപ്പോകും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് തോന്നി, ഇതാ സംഭവം കിഡുവാണെന്ന് തോന്നി. അങ്ങനെ ഇവർ ഈ നാട്ടുകാരെല്ലാം കൂടെ അവരുടെ ഗ്രാമത്തലവൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഗ്രാമത്തലവനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഈ സാധനം നമുക്ക് എല്ലാവർക്കും വാങ്ങിയാലോ, ഇത് നല്ലതാണെന്നാ തോന്നുന്നത്, ഇത് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഈ ഗ്രാമത്തലവൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പം ഗ്രാമത്തലവൻ ഇയാളെ വിളിച്ചു. എന്നിട്ട് ഇയാളോട് പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഈ ചെരുപ്പ് വേണം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തരാനുണ്ടാവുമോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ കമ്പനിയിൽ പോയിട്ട് പറയാം, ഉള്ളത് അയാൾ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതിന് വേണ്ടിയിട്ട് കമ്പനിയിൽ പോയിട്ട് ഞാൻ പറയാം, ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞു. അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഈ രണ്ടാമത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് കമ്പനി ചെന്നിട്ട് അയാൾ പറഞ്ഞു, സർ, നമുക്ക് പ്രൊഡക്ഷൻ ഇനിയും കൂട്ടണം, നമ്മുടെ ചെരുപ്പിനൊക്കെ വളരെയധികം ഓർഡർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് പ്രൊഡക്ഷൻ കൂട്ടണം എന്ന് പറഞ്ഞു. മാനേജർ ഭയങ്കര അത്ഭുത സ്തംഭനായി. കാരണം മറ്റേ ആളെന്താ പറഞ്ഞേ, ആ ഗ്രാമത്തിൽ ആരും അത് ഉപയോഗിക്കത്തില്ല, അവർക്കത് അറിയത്തില്ല, അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞെടുത്ത് ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്താ പറഞ്ഞേ, ഈ പ്രൊഡക്ഷൻ കൂട്ടണം എന്ന് പറയുന്നു. ഇവിടെ പ്രൊഡക്റ്റ് സെയിം ആണ് അല്ലേ, ആൾക്കാർ സെയിം ആണ്, സെയിം വില്ലേജിലെ ആൾക്കാരാണ്, എല്ലാ സംഭവങ്ങളും സെയിം ആണ്. പക്ഷേ അവിടെ ഒരാൾ മാത്രമേ സക്സസ് ആയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ എങ്ങനെയാണോ പ്രസന്റ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണോ ഓരോ കാര്യങ്ങളിലെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കും നമ്മുടെ സക്സസ്. ഇവിടെ ഒരു ഡിഫറൻസും ഇല്ല, സെയിം വില്ലേജ്, സെയിം പ്രോഡക്റ്റ്, സെയിം ആൾക്കാർ. പക്ഷേ
ഒരാൾക്ക് മാത്രം സക്സസ് ആവാൻ പറ്റുള്ളൂ. നമ്മളും എന്തായിരിക്കണം, രണ്ടാമത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് പോലെ നമ്മളും സക്സസ് ആയി തീരുന്നവരായിരിക്കണം. റെഡിയാണോ? നമുക്ക് സക്സസ് ആവണ്ടേ? നമ്മുടെ മൈൻഡ് സെറ്റ് നമുക്ക് മാറ്റണ്ടേ? മാറ്റണോ വേണ്ടയോ? സക്സസ് ആവണോ വേണ്ടയോ എന്ന് യെസ്, നമുക്ക് സക്സസ് ആവണം. നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റണം. നമ്മളുടെ ഓരോരുത്തരുടെയും വേ ഓഫ് ടോക്കിംഗ്, നമ്മൾ പറയുന്ന വേ ആണ് നമ്മൾ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സക്സസ് നമുക്ക് അബണ്ടൻ നേട്ടങ്ങളിലേക്ക് നമ്മൾ എത്തും. റെഡിയാണോ? റെഡിയാണോ? ആയിക്കോട്ടെ, റെഡിയല്ലേ? റെഡി ആവുന്ന ഈ ഓഡിയോയുടെ അടിയിൽ എല്ലാവരും ഒന്ന് തമ്പിടണേ.